ഭിന്നശേഷിക്കാരനായ വില്ലേജ് ഓഫീസർക്ക് നേരെ വധഭീഷണി. നിയമവിരുദ്ധമായി നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് നൽകാൻ വിസമ്മതിച്ചതിനാണ് കൊല്ലം പന്മന വില്ലേജ് ഓഫീസർ രാധാകൃഷ്ണപിള്ള പെട്രോൾ ഒഴിച്ച് ചുട്ടുകൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത്. പന്മന സ്വദേശി ഷംലാദിനെതിരെ പോലീസ് കേസെടുത്തെങ്കിലും പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പന്മന സ്വദേശി ഷംലാദിന്റെ മകൻ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റിനായി പന്മന വില്ലേജ് ഓഫീസിനെ സമീപിച്ചു. 3,60,000 രൂപ മാത്രമാണ് വാർഷിക വരുമാനം എന്നാണ് അപേക്ഷയിൽ രേഖപ്പെടുത്തിയിരുന്നത്. ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ ഇത് തെറ്റാണെന്ന് കണ്ടെത്തി. യുവാവിന്റെ അച്ഛന് ഹോട്ടൽ അടക്കമുള്ള കച്ചവട സ്ഥാപനങ്ങളുണ്ടെന്നും വ്യക്തമായി. ഇക്കാര്യം യുവാവിനെ അറിയിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന് ഹോട്ടലുണ്ട്, ഹോട്ടലിൽ നിന്നുള്ള വരുമാനമുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ എടപ്പള്ളിക്കുട്ട ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ കോഴി കച്ചവടവും പിന്നെ അതുപോലെ കോഴി ഫാമും പിന്നെ ഈ കൊല്ലം ജില്ലയിലെ കോഴി വേസ്റ്റ് എടുത്ത് അത് ഡിസ്പോസ് ചെയ്യുന്ന ആ ഒരു ലൈസൻസ് എടുത്ത് അദ്ദേഹം പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഒരുപാട് വരുമാനങ്ങൾ പുള്ളിക്ക് കിട്ടുന്നുണ്ട്. പിന്നാലെ വില്ലേജ് ഓഫീസിലെത്തിയ യുവാവിന്റെ പിതാവ് ഷംലാദ് വധഭീഷണി മുഴക്കുകയായിരുന്നു. രാധാകൃഷ്ണപിള്ള ചവറ പോലീസിൽ പരാതി നൽകി. അസഭ്യവർഷം, ഭീഷണി, ഭിന്നശേഷിക്കാരന് നേരെയുള്ള അതിക്രമം എന്നീ വകുപ്പുകളാണ് പ്രതിക്ക് മേൽ ചുമത്തിയത്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് കേസെടുക്കാമെന്നിരിക്കെ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ട് പോലുമില്ല. മാത്രമല്ല, പ്രതിയെ പിടികൂടാൻ ചവറ പോലീസ് ഇതുവരെ തയ്യാറായിട്ടുമില്ല. എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ദുർബലമായ വകുപ്പുകൾ, ബീനസ് ആക്ട് പ്രകാരമുള്ള ദുർബലമായ വകുപ്പും അതുപോലെ മറ്റേ ഡിസബിലിറ്റി ആക്ട് പ്രകാരം ഇട്ടിരിക്കുന്നതെന്ന് പറയുന്നത് നോൺ വൈലബിളായിട്ടുള്ള വകുപ്പാണ് ഇട്ടേക്കുന്നത്. ഇദ്ദേഹം ഇപ്പം വേണ്ടത് പോലീസുകാർ എന്ന് പറയുന്നത് ഇദ്ദേഹം ഹൈക്കോടതിയിൽ കണ്ട മുൻകൂർ ജാമ്യത്തിന് പോയിരിക്കുകയാണെന്നാണ് അറിയുന്നത്. കഴുത്തിന് താഴേക്ക് തളർന്ന രാധാകൃഷ്ണപിള്ള 2023 കൊല്ലം ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട്. വൈകല്യങ്ങളെ മനക്കരുത്തോടെ തോൽപ്പിച്ച ഇദ്ദേഹത്തിന് നേരെ വധഭീഷണി ഉണ്ടായിട്ടും നടപടി ഉണ്ടാകാത്തതിൽ വകുപ്പിനുള്ളിൽ അമർഷം ശക്തമാണ്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.